ലിറ്റററി ക്രിറ്റിസിസത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് who was the first literary critic to opine that art was twice removed from reality എന്നാരാണ് പറഞ്ഞത്? പ്ലേറ്റോ ആണ് പറഞ്ഞത്. ആർട്ടിനെ റിയാലിറ്റിയിൽ നിന്ന് ട്വൈസ് റിമൂവ്ഡ് ആണെന്ന് അക്കോർഡിംഗ് ടു പ്ലേറ്റോ. ആൻഡ് പ്രിഫസ് ടു ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്തത് 1800-ലാണ്. അതായത് ലിറിക്കൽ ബാലഡ്സ് എന്നുള്ളത് 1798-ൽ, പിന്നെ അതിനകത്ത് പ്രിഫസും കൂടി ആഡ് ചെയ്ത് ആ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടും കൂടി ആഡ് ചെയ്ത് 1800-ലാണ് പബ്ലിഷ് ചെയ്തത്. ദെൻ അക്കോർഡിംഗ് ടു ഭരതനാണ് പറഞ്ഞത് എന്താണ്? രസ എന്ന് പറയുന്ന വിഭാവ, അനുഭാവ ആൻഡ് വ്യഭിചാരി ഭാവാസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് രസം ഉണ്ടാകുന്നത് എന്നാണ് അക്കോർഡിംഗ് ടു ഭരത പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ലാംഗ്വേജിൻ്റെ 2 യൂസസ് എന്ന് പറയുന്നത് ഐ.എ. റിച്ചാർഡ്സ് ആണ് പറഞ്ഞത്. 2 യൂസസ് ഏതാണ്? ഇമോട്ടീവ് യൂസും ഉണ്ട്, റിഫറൻഷ്യൽ യൂസും ഉണ്ട്. ദെൻ എന്താണ് സപ്ലിമിറ്റി? സപ്ലിമിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ തോട്ട്സ് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ്നെസ് ഓഫ് സോൾ എന്ന് നമുക്ക് പറയാം. SOUL സോൾ ആണ് കേട്ടോ. കഥാർസിസ് എന്ന് വെച്ചാൽ എന്താണ്? പ്യൂരിഫിക്കേഷൻ ഓഫ് ഇമോഷൻസ്, അതാണ് കഥാർസിസ്. അത് അരിസ്റ്റോട്ടിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ ആനന്ദവർദ്ധനയാണ് ധ്വന്യലോക എന്നുള്ള വർക്ക് എഴുതിയത്. അക്കോർഡിംഗ് ടു സ്റ്റീഫൻ ഗോസൺ പോയട്രി എന്ന് പറയുന്നത് എന്താണ്? ദ നേഴ്സ് ഓഫ് അബ്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വേർഡ്സ്വർത്ത് പോയട്രി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് റിക്കലക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. ഓക്കെ, ദെൻ കോൾറിഡ്ജിൻ്റെ വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് ചില സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എപ്പിസോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എലിമെൻറ്റ്സോ നമ്മുടെ ലിറ്ററി വർക്കിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അത് ആർട്ടിൻ്റെ സേക്കിന്, അതായത് അല്ലെങ്കിൽ എൻജോയ്മെൻറ്റിൻ്റെ സേക്കിന് നമ്മുടെ ഓഡിയൻസ് ആ ഡിസ്ബിലീഫ്, നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു വിശ്വാസമില്ലായ്മയെ കുറച്ച് നേരത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ട് ആ കാര്യത്തിലൊന്ന് എൻജോയ് ചെയ്തിരിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ഹൊറർ ഫിലിംസ് നമുക്ക് ഹൊറർ ഫിലിംസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാൻറ്റസി ഫിലിംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കത് കാണുമ്പോൾ നമുക്കറിയാം അതൊന്നും ഇല്ല എന്നുള്ളത്. സോ നമ്മുടെ മൈൻഡിൽ അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അത് വിശ്വസിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ഡിസ്ബിലീഫ് മാറ്റി വെച്ചാലേ നമുക്ക് ആ മൂവി പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ അതാണ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറയുന്നത്. ദെൻ വേർഡ്സ്വർത്തിൻ്റെ ഡെഫിനേഷൻ ഓഫ് എ പോയറ്റ് എന്താണ്? പോയറ്റ് എന്ന് പറയുന്നത് എ മാൻ സ്പീക്കിംഗ് ടു മെൻ ആയിരിക്കണം. അതായത് ഒരു ഗ്രേറ്റർ സെൻസിറ്റിവിറ്റി, എന്തൂസിയാസം ഉണ്ടായിരിക്കണം, ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് നല്ല നോളജ് വേണം, ഇമോഷൻസ് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ആർക്ക് വേണം? പോയറ്റിന് വേണം. ദെൻ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അത് T.S. ഈലിയട്ട് ആണ് പറഞ്ഞത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടും ഫീലിങ്ങും പോയട്രിയിൽ സെപ്പറേറ്റ് ആക്കി വെക്കുക, അതാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറഞ്ഞത്. സോ അത് 17th സെഞ്ച്വറിയിലുള്ള മെറ്റാഫിസിക്കൽ പോയട്രിക്കകത്ത് അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എഴുതുന്നതിനകത്ത് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. സോ അവരുടെ ആ ഒരു റൈറ്റിംഗ് സ്റ്റൈലിനെയാണ് ഡിസോസിയേഷൻ ഓഫ് പോയട്രി എന്ന് സെൻസിബിലിറ്റി എന്ന് ഇദ്ദേഹം പറഞ്ഞത്, T.S. ഈലിയട്ട്. ഇനി ഏതൊക്കെയാണ് 4 kinds ഓഫ് മീനിങ്? അക്കോർഡിംഗ് ടു I.A. റിച്ചാർഡ്സ് 4 kinds ഓഫ് മീനിങ് എന്ന് പറയുന്നത് സെൻസ് എന്ന് വെച്ചാൽ ലിറ്ററൽ മീനിങ്, പിന്നെ ഫീലിംഗ് അതായത് ഇമോഷണൽ ആയിട്ടുള്ള ടോൺ, പിന്നെ ടോൺ അതായത് റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ്, പിന്നെ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ എയിം അല്ലെങ്കിൽ പേർപ്പസ്. ഇപ്പോൾ സെൻസ്, ഫീലിംഗ്, ടോൺ, ഇൻറ്റൻഷൻ. ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് വെച്ചാൽ മാത്യു ആർണോൾഡിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അതായത് ഒരു ലിറ്റററി വർക്കിനെ അതിൻ്റെ മെറിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് അതായത് പഴയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ ഫേമസ് പാസേജസിനെ എടുത്തിട്ട് അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യും. ഇപ്പോൾ എനിക്കൊരു വർക്ക് കമ്പയർ ചെയ്യണം അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ മെറിറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ടച്ച് സ്റ്റോൺ മെത്തേഡ് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു മാത്യു ആർണോൾഡ് ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ബി കമ്പയറിംഗ് ദ പാസേജ് വിത്ത് എന്ത് ചെയ്യുക? ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പഴയ റൈറ്ററിൻ്റെ ഏതെങ്കിലും ഒരു വർക്കിനകത്തു നിന്നുള്ള പാസേജ് എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ 2 പാരഗ്രാഫ് തമ്മിൽ കമ്പയർ ചെയ്യും. അതാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ലിറ്ററി വർക്കിൻ്റെ മെറിറ്റ് അറിയാൻ വേണ്ടിയാണത്. ഇനി മിമസിസ് എന്ന് വെച്ചാൽ എന്താണ്? അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ മിമസിസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഇമിറ്റേഷൻ ഓഫ് ലൈഫ്. ഓക്കെ, അതായത് വെറും ഇമിറ്റേഷൻ അല്ല, ക്രിയേറ്റീവായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക നമ്മുടെ ചുറ്റിന് നടക്കുന്ന യൂണിവേഴ്സൽ ട്രൂത്തിനെ. ദെൻ മോറലിസ്റ്റിക് ക്രിറ്റിസിസം എന്ന് പറയുന്ന ആരുടെയാണ്? മാത്യു ആർണോൾഡിൻ്റെയാണ്. അതായത് ലിറ്ററേച്ചറിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോറൽ ഗൈഡൻസ് അല്ലെങ്കിൽ സൊസൈറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, എന്നായിരുന്നു മാത്യു ആർണോൾഡിൻ്റെ മോറലിസ്റ്റിക് ക്രിറ്റിസിസം പറയുന്നത്. ഇനി T.S. ഈലിയട്ടിൻ്റെ ഇമ്പേഴ്സണാലിറ്റി തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പോയറ്റിൻ്റെ ഇമോഷൻസ് ഒരിക്കലും പോയറ്റിൻ്റെ വർക്കിനകത്ത് ഓവർഷാഡോ ചെയ്ത് നിൽക്കരുത്. അതെപ്പോഴും ഒബ്ജക്റ്റീവായിട്ടും യൂണിവേഴ്സലായിട്ടും വേണം എഴുതാൻ, അല്ലാതെ സബ്ജക്റ്റീവായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള എലിമെൻറ്റ്സ് അതിനകത്ത് വരരുത്. ഇനി എന്താണ് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് പ്ലോട്ട്സ്? അത് അരിസ്റ്റോട്ടിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. സിമ്പിൾ പ്ലോട്ടിനകത്ത് പെരിപ്പിറ്റിയ ഇല്ല, അതായത് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ കാണത്തില്ല. അതായത് ഒരാളുടെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കഥയെ ഒന്ന് ഫോർച്യൂൺ മാറി, അതായത് ആ നായകൻ്റെ എന്തെങ്കിലും ഫോർച്യൂൺ മാറുക അങ്ങനെയുള്ള കാര്യം കാണത്തില്ല. അനക്നോറിസിസ്,
കാണത്തില്ല. അതായത് അനഗ്നോറസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റെക്കഗ്നീഷൻ കാണത്തില്ല. എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുന്നത് നായകനകത്ത് ഹീറോ. ഇപ്പോൾ സിമ്പിൾ പ്ലോട്ടിനകത്ത് പെരിപ്പിറ്റിയ അല്ലെങ്കിൽ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ അല്ലെങ്കിൽ അനഗ്നോറസിസ്, അതായത് റെക്കഗ്നീഷൻ കാണില്ല. കോംപ്ലക്സ് പ്ലോട്ടിനകത്താണ് ഈ പെരിപ്പിറ്റിയും അനഗ്നോറസിസും ഉള്ളത്. ഈ രണ്ട് ടേംസും അറിഞ്ഞിരിക്കുക. പെരിപ്പിറ്റിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ, അനഗ്നോറസിസ് എന്ന് വെച്ചാൽ റെക്കഗ്നീഷൻ ഓഫ് ട്രൂത്ത്. ദെൻ ഭട്ടല്ലാടയുടെ രസയെക്കുറിച്ചുള്ള വ്യൂസ് എന്താണ്? അദ്ദേഹം രസയെ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ റിയലിസ്റ്റിക് കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതായത് പെർഫോമറും ഓഡിയൻസും തമ്മിൽ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അങ്ങനെയാണ് രസം ഉണ്ടാവുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഇനി ട്രാജിക് കോമഡിയെക്കുറിച്ച് ഡോക്ടർ ജോൺസൺ അഭിപ്രായം എന്താണ്? ട്രാജിക് കോമഡി അദ്ദേഹം ഡിഫെൻഡ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ട്രാജഡി ഉണ്ട്, കോമഡി ഉണ്ട്. സോ നമ്മുടെ റിയൽ ലൈഫിനെ കാണിക്കുന്നതാണ് ട്രാജിക് കോമഡി ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. അതായത് ജോയും സോറോയും കോ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ റിയൽ ലൈഫ്. സോ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഡോക്ടർ ജോൺസൺ പറയുന്നത്. ഇനി ഡ്രൈഡൻ്റെ അഭിപ്രായം എന്താണ് എപ്പിക്കിനെ കുറിച്ച്? അതായത് മിൽട്ടൻ്റെ പാരഡൈസ് ലോസിനെയൊക്കെ നല്ല രീതിയിൽ അഡ്മയർ ചെയ്തൊരു റൈറ്ററാണ് ഡ്രൈഡൻ. അതിൻ്റെ ആ മിൽട്ടൻ്റെ പാരഡൈസ് ലോസിനകത്തുള്ള ആ ഒരു മോറൽ ഡെപ്തും അതിൻ്റെ ആ ഒരു ഗ്രാൻഡ്യൂറും ആ ഒരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി പോയേക്കുന്ന ഗ്രാൻഡ് സ്റ്റൈലും ഒക്കെ ആർക്കിഷ്ടമാണ്? ഡ്രൈഡനും ഇഷ്ടമാണ്. എന്താണ് ഹമേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റിന് അല്ലെങ്കിൽ ആ ഹീറോയുടെ ഒരു ട്രാജിക് ഫ്ലോ അല്ലെങ്കിൽ എറർ ഇൻ ജഡ്ജ്മെൻറ്റ്. നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റിന് ഡൗൺഫോളിന് കാരണമാകുന്ന ആ ഒരു കാരണത്തിനെയാണ് ഹമേഷ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈഡിപ്പസിൻ്റെ ഹമേഷ്യ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈഡാണ്, അഹങ്കാരമാണ്. അപ്പം ട്രാജിക് ഫ്ലോ അല്ലെങ്കിൽ എറർ. ഓക്കെ. ദെൻ ഒഥല്ലോടെയാണെങ്കിൽ എന്ത് വരും? ഹമേഷ്യ സെക്ഷുവൽ ജലസി വരും. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ രീതിയിലും ഉണ്ട്. ഓക്കെ. ഇനി ഫാൻസി ഇമാജിനേഷൻ എന്താണ്? കോൾറിഡ്ജ് ആണ് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന ഫാൻസിയെ ഇമാജിനേഷനും. ഫാൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മെക്കാനിക്കൽ പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ഇമാജിനേഷൻ എന്ന് വെച്ചാൽ എന്താ? ക്രിയേറ്റീവ് പവറാണ്. അതായത് പല കാര്യങ്ങളെയും ഷേപ്പ് ചെയ്ത് യൂണിഫൈ ചെയ്ത് മീനിങ് ആക്കി മാറ്റാൻ ആർക്കും പറ്റും, ഇമാജിനേഷന് പറ്റും. ഇനി സഹൃദയ ഇൻ രസ തിയറി. സഹൃദയ എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എംപത്തറ്റിക് ആയിട്ടുള്ള ഓഡിയൻസിനെയാണ് നമ്മൾ സഹൃദയ എന്ന് പറയുന്നത്. അതായത് ആ ഈസ്തറ്റിക് എസൻസ് നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ആൾ. അലങ്കാര എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ പൊയറ്റിക്സിലെ ഒരു സിഗ്നിഫിക്കൻ്റ് ആസ്പെക്റ്റ് ആണ്. ഈ സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള എംബലിഷ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ചിനെയാണ് നമ്മൾ അലങ്കാര എന്ന് പറയുന്നത്. അതായത് സിമിലി അല്ലെങ്കിൽ മെറ്റഫർ. നിയോ ക്ലാസിസം ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നിയോ ക്ലാസിസം എന്ന് വെച്ചാൽ ഓർഡർ, റീസൺ, ക്ലാസിക്കൽ ഫോംസിനോടുള്ള അമിതമായിട്ടുള്ളൊരു ഒബ്സഷൻ. ഇതൊക്കെ നമുക്ക് അലക്സാണ്ടർ പോപ്പിൻ്റെ, ഡ്രൈഡൻ്റെ, സ്വിഫ്റ്റിൻ്റെ വർക്ക്സിലൊക്കെ കാണാം. അതാണ് നിയോ ക്ലാസിസം എന്ന് പറയുന്നത്. ഇനി ആർട്ടിനെ കുറിച്ചും പോയട്രിയെ കുറിച്ചും പ്ലേറ്റോയുടെ അഭിപ്രായം എന്താണ്? ക്രിട്ടിസൈസ് ചെയ്തിരിക്കുകയാണ് പ്ലേറ്റോ ഓൺ ആർട്ട് ആൻഡ് പോയട്രി. അതായത് ആർട്ടും പോയട്രി ഇമിറ്റേറ്റീവ് ആണെന്നും ആളുകളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ ഡിസെപ്റ്റീവ് ആണെന്നും അതുപോലെ തന്നെ ആളുകളെ ട്രൂത്തിൽ നിന്നും റീസണിൽ നിന്നും മാറ്റിയെടുത്തുകൊണ്ട് പോകുന്ന ആളുകളാണ് ആ കാര്യങ്ങളാണ് ആർട്ടും പോയട്രി എന്നാണ് പ്ലേറ്റോ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. എന്താണ് ഫംഗ്ഷൻ ഓഫ് ക്രിറ്റിസിസം അക്കോർഡിംഗ് ടു ആർണൽഡ്? ക്രിറ്റിസിസം എന്ന് പറയുന്നത് ബെസ്റ്റ് ഐഡിയാസും എക്സ്പ്രഷൻസും ലിറ്ററേച്ചറിൽ കൾച്ചറിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ലിറ്ററേച്ചറിൽ വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആയിരിക്കണം ക്രിറ്റിസിസം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ബെസ്റ്റ് ഐഡിയാസും എക്സ്പ്രഷൻസും ലിറ്ററേച്ചറിൽ റിഫ്ലക്റ്റഡ് ആക്കി കാണിക്കുക. ദെൻ ഹിസ്റ്റോറിക്കൽ സെൻസ് എന്ന് വെച്ചാൽ എന്താണ്? അക്കോർഡിംഗ് ടു ഇലിയട്ട്, പോയറ്റിൻ്റെ പാസ്റ്റിൻ്റെ അവെയർനെസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രസൻറ്റിലുള്ള അയാളുടെ ഇൻഫ്ലുവൻസ്. ഇത് രണ്ടും, അതായത് പോയറ്റിന് പാസ്റ്റിനെ കുറിച്ചുള്ള അവെയർനെസ്സും വേണം, പ്രസൻറ്റ് കണ്ടീഷനിലുള്ള അല്ലെങ്കിൽ പ്രസൻറ്റ് ടൈമിൻ്റെ ഇൻഫ്ലുവൻസും ഉണ്ടായിരിക്കണം. എന്നാലേ അയാളുടെ വർക്ക് ടൈംലെസ് ആയിട്ട് മാറുകയുള്ളൂ, അതായത് പെർമനൻ്റ് ആവുകയുള്ളൂ. എന്താണ് വാല്യൂ ഓഫ് പോയട്രി അക്കോർഡിംഗ് ടു ഐയർ റിച്ചാർഡ്സ്? പോയട്രിക്ക് കോഗ്നിറ്റീവോ ഇമോട്ടീവ് വാല്യൂ ഉണ്ട്. അതായത് ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചുള്ള ഇൻസൈറ്റ് പോയട്രിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. ഇനി പോയട്രിയെക്കുറിച്ച് ഹൊറസ് എന്താണ് പറഞ്ഞത്? പോയട്രി ഡിലൈറ്റ് ചെയ്യുകയും വേണം, ഇൻസ്ട്രക്റ്റ് ചെയ്യുകയും വേണം. അതായത് ഈസ്തറ്റിക് പ്ലഷറും ഉണ്ടായിരിക്കണം, മോറൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ വാല്യൂവും പോയട്രിക്ക് ഉണ്ടായിരിക്കണം. ഇനി എന്താണ് സബ്ലിമിറ്റി ഈസ് ദി എക്കോ ഓഫ് എ ഗ്രേറ്റ് സോൾ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? സബ്ലിമിറ്റി എന്ന് വെച്ചാൽ ഭയങ്കര ഹയസ്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് ക്വാളിറ്റിയാണ്. അത് ഓഡിയൻസിനെ നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്യണം. അതായത് അത് നല്ല നോബിൾ തോട്ട്സിൽ നിന്നും സ്ട്രോങ് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഗ്രാൻഡ് ആയിട്ടുള്ള എക്സ്പ്രഷനും സബ്ലിമിറ്റി വഴിയൊരുക്കുന്നു. ഓക്കെ. ദെൻ സിഡ്നിയുടെ ഡിഫൻസ് ഓഫ് പോയസി എന്ന് വെച്ചാൽ എന്താണ്? സിഡ്നി ആർഗ്യൂ ചെയ്തിരിക്കുന്ന പോയട്രി എന്ന് പറയുന്ന ഹിസ്റ്ററിയെക്കാട്ടിലും ഫിലോസഫിയെക്കാട്ടിലും സുപ്പീരിയർ ആണ്. കാരണം എന്തുകൊണ്ടാണ്? അതിനകത്ത് ഫാക്റ്റും വരുന്നുണ്ട്, മോറൽ ഗൈഡൻസും അല്ലെങ്കിൽ ഇമാജിനേഷനും വരുന്നുണ്ട്. ഇനി മാത്യു ആണലിൻ്റെ കൺസെപ്റ്റ് ഓഫ് പോയട്രി എന്താണ്? പോയട്രി അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്രിറ്റിസിസം ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. അതായത് യൂണിവേഴ്സൽ ട്രൂത്തും മോറൽ കൺസേൺസും എല്ലാം എന്തിനകത്തുണ്ട്? പോയട്രിക്കകത്ത് ഉണ്ട്.
ഇനി ട്രാജഡിയെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ട്രാജഡിയുടെ ഡെഫിനിഷൻ കാണാതെ പഠിച്ചു വെക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അരിസ്റ്റോട്ടലിൻ്റെ ഡെഫിനിഷൻ തന്നെ അതുപോലെ കാണാതെ പഠിച്ചു വെക്കുക. ട്രാജഡി അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരിയസ് ആക്ഷനെ ഇമിറ്റേറ്റ് ചെയ്യുക. അതിന് ഡ്രാമാറ്റിക് ഫോമിൽ വേണം ഇമിറ്റേറ്റ് ചെയ്യാൻ, അതായത് ഡ്രാമയുടെ രൂപത്തിൽ. അതിനൊരു സ്ട്രക്ചേർഡ് പ്ലോട്ട് ഉണ്ടായിരിക്കണം. ഈ പ്ലോട്ട് എന്ന് പറയുന്നത് കഥാർസിസിലോട്ട് വഴിയൊരുക്കുകയും വേണം. അതായത് ഇമോഷൻസിനെ, നമ്മുടെ മനസ്സിലുള്ള ഇമോഷൻസിനെ റിലീസ് ചെയ്യാനും പറ്റണം. അപ്പം എന്താണ് ട്രാജഡിയിലെ കമ്പോണൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഹമേർഷ്യ, പെരിപ്പിറ്റിയ, അനഗ്നോറിസിസ്, കഥാർസിസ്, അതുപോലെ തന്നെ ഹീറോയുടെ ക്വാളിറ്റീസ് എന്താണെന്ന് പറയണം. പിന്നെന്താണ് സിമ്പിൾ കോംപ്ലക്സ് പ്ലോട്ട്, ഈ 3 യൂണിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫുള്ള് എഴുതിയിരിക്കണം ഇതിനകത്ത്.